ഈ 29ാം വാർഷികത്തെ ധന്യമാക്കി തീർക്കുന്ന ഒരു കാര്യം, ഒരു ചടങ്ങ് ഇവിടെ ഇപ്പോൾ നടന്നു. അത് ഈ ഡയറക്ടറി പ്രകാശനമാണ്. സഖാവ് ഐസക്കിന്റെ മുൻകൈയിൽ ഒരു സംഘം സഖാക്കളും ഗവേഷകന്മാരും നടത്തിയ നിസ്തുലമായ പ്രവർത്തന ഫലമായിട്ടാണ്, വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അത് പുറത്തിറങ്ങിയത്. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റിവരച്ച ആ മഹാസമരത്തിൽ പങ്കെടുത്ത, പല പ്രകാരത്തിൽ പങ്കെടുത്ത സഖാക്കളെ പറ്റിയുള്ള ഒരു നഖചിത്രമാണ് ഈ ഡയറക്ടറി. അതിനകത്ത് അറിയപ്പെടുന്ന നേതാക്കന്മാരെ പറ്റി മാത്രമല്ല പരാമർശമുള്ളത്, അറിയപ്പെടാത്തവരായ നിരവധി സ്ത്രീ പുരുഷന്മാരെ പറ്റി ആ ഡയറക്ടർ പറയുന്നുണ്ട്. ചരിത്രം സൃഷ്ടിച്ചത് നമുക്കറിയാം, ജനങ്ങളാണ്. ആ ജനങ്ങളെ മറന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോകില്ല എന്നുള്ള നമ്മുടെ കല നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഡയറക്ടറിയെ ഞാൻ കാണുന്നത്. അതിനുവേണ്ടി പാടുപെട്ട സഖാവ് ഐസക്കിനെയും മറ്റു സഖാക്കളെയും ഗവേഷകന്മാരെയും എല്ലാം ഞാൻ നമ്മുടെ എല്ലാവരുടെയും പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിയത്. ഇന്നത്തെ സാഹചര്യങ്ങളെപ്പറ്റിയും രാഷ്ട്രീയ ഉള്ളടക്കത്തെപ്പറ്റിയും സുദീർഘമായി ഞാൻ പറയേണ്ടതിൻ്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു. രണ്ടാമത്തെ കാരണം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള നിരന്തരമായ യാത്രകൾ മൂലം തൊണ്ടയ്ക്ക് കാര്യമായൊരു പ്രശ്നമുണ്ട്, സംസാരിക്കാനുള്ള ഞെരുക്കമുണ്ട്. ഡോക്ടർമാരെല്ലാവരും പറയാറ്, ചുരുങ്ങിയത് 2 ആഴ്ച അവരുടെ ഭാഷയിൽ ത്രോട്ട് റെസ്റ്റ് എന്നാണ്, തൊണ്ടയ്ക്ക് പൂർണ്ണ വിശ്രമം. ആ വിശ്രമം കൊടുത്താലേ ശബ്ദത്തിൻ്റെ പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ പറ്റുമെന്ന് അവരെല്ലാം പറയുമ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ തിരക്കേറിയ ചുറ്റുപാടിൽ ആ റെസ്റ്റ് കൊടുക്കാനോ ചികിത്സയ്ക്ക് പോകാനോ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ഞെരുക്കം എൻ്റെ തൊണ്ടയ്ക്കുള്ള കാര്യം ഞാൻ സഖാക്കളുടെ മുമ്പിൽ മറച്ചു വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരുപാട് ആയാസപ്പെട്ട് സംസാരിക്കാനുള്ള പ്രയാസമെന്ന് ഞാൻ പറയട്ടെ. പുന്നപ്ര വയലാറിൻ്റെ കഥ പറയുമ്പോൾ, ചരിത്രം പറയുമ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ കെടുതികളെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ആ സാമ്രാജ്യത്വ വാഴ്ചയോടുള്ള ഈ നാടിൻ്റെ പട്ടിണിപ്പാവങ്ങളുടെ പ്രതികരണമാണ് അന്ന് മുഴങ്ങിയത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം അന്നത്തേതുപോലെ തന്നെ എന്നും പ്രസക്തമാണ്. സാമ്രാജ്യത്വം ലോകത്തിൻ്റെ 1 നമ്പർ ശത്രുവായി തുടരുകയാണ്. ആ സാമ്രാജ്യത്വം ഇന്ത്യയിലെ ജനങ്ങളെയും ഒരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്ക് മേലുള്ള അതിൻ്റെ ധിക്കാരം നിറഞ്ഞ പ്രഖ്യാപനങ്ങൾ നാം നിത്യേന എന്ന് കേൾക്കുന്നുണ്ട്. യുദ്ധം തീർക്കാൻ വേണ്ടി കൽപ്പിച്ചത് താനാണെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യ എവിടെയെല്ലാം പോയി ആരെയെല്ലാം കാണണം എന്ന് കൽപ്പിക്കാൻ പഠിക്കാത്ത ഒരു ഡൊണാൾഡ് ട്രംപ്, എവിടെ നിന്നെല്ലാം ഇന്ത്യക്ക് എണ്ണ വാങ്ങാമെന്ന് അയാൾ കൽപ്പിച്ചാൽ അത് പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുന്ന വിവരക്കേട് ഇതെല്ലാം നാം കാണുകയാണ്. അതിൻ്റെ എല്ലാം സാരാംശം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അമേരിക്കൻ മോഡൽ അന്ന് മാത്രമല്ല, ഇന്നും അതിനെ അറബിക്കടലിലേക്ക് കെട്ടിത്താഴ്ത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ലോകത്തെല്ലാം നടക്കുമ്പോൾ നാം അതിൻ്റെ ഭാഗമാണെന്ന് ഈ നാടിൻ്റെ മക്കൾക്കറിയാം. നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രോദനങ്ങളുണ്ട്, ഗാസയുടെ കണ്ണുനീരുണ്ട്, അവിടെ പിടഞ്ഞു മരിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, വെടിയേറ്റ് വീണ അമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്, ചെറുപ്പക്കാരും വൃദ്ധന്മാരുമുണ്ട്.
ആ നാടിൻ്റെ എല്ലാ കഥകൾ നമുക്കറിയാം. ഏറ്റവും നിറഞ്ഞ ധിക്കാരത്തോടു കൂടി ഇസ്രായേൽ പറയുകയാണ്, പലസ്തീൻ എന്ന ഒരു നാട് ഇനി വേണ്ട എന്ന്. ഈ ഭൂമുഖത്ത് നിന്ന് ആ നാടിനെ പൂർണ്ണമായും തുടച്ചു മാറ്റാനാണ് തൻ്റെ വരവെന്ന് പറയുവാൻ ബെഞ്ചാമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആൾക്ക് ആരാണ് ധൈര്യം തന്നത്? ഒറ്റയ്ക്കെന്ന് പറയാൻ ധൈര്യമുണ്ടാവുകയില്ല നെതന്യാഹുവിന്. ആ ധൈര്യം കടം വാങ്ങിയതാണ്. കടം കൊടുത്തത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്, ഡൊണാൾഡ് ട്രംപാണ്. നാം അത് വിസ്മരിക്കാനേ പാടില്ല. ആ കണ്ണീരിനെ നാം മറക്കില്ല. നാം ഓർക്കുന്നുണ്ട് അമേരിക്കൻ മോഡലിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട റൈലാറിനെയും പുന്നപ്രിയയും ചുട്ടുകരിക്കാൻ വേണ്ടി ഉത്തരവ് കൊടുത്ത സർസിപ്പിയും പറഞ്ഞു, ഇതേ കാര്യം തന്നെ പറഞ്ഞു, ഈ സ്ഥലം ഇനിമേലാൽ വേണ്ട എന്ന്. വയലാർ ഇനി ഭൂമുഖത്ത് വേണ്ട എന്ന് പറയുക മാത്രമല്ല, വെടിവയ്പ്പെല്ലാം കഴിഞ്ഞ് വിളിക്കുന്ന് എന്ന് വിളിക്കപ്പെടുന്ന ഈ നാട്, ഈ മണ്ണിൽ കൂമ്പാരം കണക്ക് മനുഷ്യരുടെ കമന്തങ്ങൾ കുമിഞ്ഞുകൂടിയ ആ വൈകുന്നേരം ധിക്കാരം പറ്റിയ ഭാഷയിൽ ആ ദിവാൻ പറഞ്ഞു, ഇനി ഒരു 100 കൊല്ലത്തേക്ക് ഈ നാട്ടിൽ കമ്മ്യൂണിസം തലവെക്കില്ല എന്ന്, ചെങ്കുടി മറക്കില്ല എന്ന്. സഖാക്കളെ, പക്ഷെ എന്തുണ്ടായി? 10ാമത്തെ കൊല്ലം ഈ മണ്ണിൽ ചെങ്കൊടി പാറിപ്പറന്നു. 57-ൽ ഈ മണ്ണിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാര പാർട്ടിയായി മാറി. ചരിത്രം നീങ്ങിയത് സർസിപിയും സാമ്രാജ്യത്വ വാഴ്ചയെ കൽപ്പിച്ചതുപോലെയല്ല, നാം തീരുമാനിച്ച പോലെയാണ്. നാം ആരാണ്? നാം ജനങ്ങളാണ്. കൃഷിക്കാർ, തൊഴിലാളികൾ, പാവങ്ങൾ, പട്ടണക്കാർ, നാമാണ് ജനങ്ങൾ. ആ ജനങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയവർ. സാമ്രാജ്യത്വത്തിന്റെ ധനശാസ്ത്രം പറയുന്ന ഒരു ചെറിയ പ്രഖ്യാപനമുണ്ട്. അതിന്റെ വാദഗതി ഇങ്ങനെയാണ്: 1ാം സ്ഥാനം ലാഭത്തിനാണ്, ജനങ്ങൾക്ക് 2ാം സ്ഥാനം മതി. അവർ പറഞ്ഞു, പ്രോഫിറ്റ് ഈസ് ഇമ്പോർട്ടൻസ്, പ്ലേസ് ദ പ്രോഫിറ്റ് ബിഫോർ ദ പീപ്പിൾ. ആ ഭ്രാന്ത് വിളിച്ച വാദത്തോട് തൊഴിലാളി വർഗം ലോകത്തെല്ലായിടത്തും കൊടുത്ത ഉത്തരം ഒന്നാണ്: അതല്ല ശരി. 1ാം സ്ഥാനം ജനങ്ങൾക്കായിരിക്കണം, ലാഭത്തിനല്ല, പണത്തിനല്ല, കമ്പോള വാഴ്ചക്കല്ല, ജനങ്ങൾക്കാണ് 1ാം സ്ഥാനം. അതുകൊണ്ട് ലോകത്തെവിടെയും നമ്മുടെ വർഗം വിളിച്ചു പറഞ്ഞു, പുട്ട് ദ പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ്സ്. ലാഭത്തിന് മുമ്പിൽ ജനങ്ങളെ സ്ഥാപിക്കണം. അതിന്റെ കൊടിയാണ് കമ്മ്യൂണിസ്റ്റ് കൊടി. അതിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. നമ്മുടെ പോരാട്ടം അതിനു വേണ്ടിയാണ്. നമ്മുടെ സമരം ജയിക്കുമോ മക്കളെ എന്ന് ചോദിച്ച ഒരമ്മയെപ്പറ്റി പണ്ട് ചോദിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് സഖാവ് തിരുവനന്തപുരം കരുണാകരൻ. അദ്ദേഹം ഇവിടെ വന്നത് വെടിവയ്പ്പിന്റെ പിറ്റേ ദിവസമായിരുന്നു. അദ്ദേഹം വയലാറിന്റെ കൊട്ടുകാരനായിരുന്നു. ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ വാർത്ത കെട്ടറിഞ്ഞ് കൊല്ലത്ത് നിന്ന് ബോട്ട് കയറി ഇവിടെ എത്തിയ തിരുനെല്ലൂർ ഇവിടെ എത്തിയ ആ ദിവസങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയും ആരുമില്ലായിരുന്നു, ആരെയും കാണുന്നില്ല. സന്ധ്യയായപ്പോൾ ഒറ്റ വീട്ടിലും വെളിച്ചമില്ല. ആരോ പറഞ്ഞു, എല്ലാ ആണുങ്ങളും ജീവൻ ബാക്കിയുള്ളവരെല്ലാം പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെയോ പോയിരിക്കുന്നു. അപൂർവ ചില വീട്ടുകളിൽ മാത്രമാണ് ആകാപ്പാടെ ജീവനുള്ളവരെ കാണുന്നത്. അതെല്ലാം സ്ത്രീകളാണ്, അതും പ്രായമായവർ മാത്രം. ചെറുപ്പക്കാരുണ്ടെങ്കിൽ CP-യുടെ പട്ടാളം അവരെ പിടികൂടും, കിടന്നാക്രമിക്കും, ബലാത്സംഗം ചെയ്യും. അതുകൊണ്ട് ചെറുപ്പക്കാരെ ആരും അവിടെയില്ല. ശിക്ഷിക്കുന്നവർ വൃദ്ധരായ സ്ത്രീകൾ മാത്രമായിരുന്നു. നടന്ന് കാൽ കുഴഞ്ഞപ്പോൾ ഒരു കൊച്ചുകൂരയിൽ വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ടിടത്തേക്ക് വയലാറും പോയി, കൂടെ തിരുനെല്ലൂരും പോയി. ഒരമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കുമായി. ആ അമ്മ ദൈന്യതക്കിടയിൽ ചോദിച്ചു, മക്കളെ വിശക്കുന്നില്ല എന്ന് ചോദിച്ചു. വിശക്കുണ്ടായാലും കൊടുക്കാൻ അവിടെ ഒന്നുമില്ല. ആകെയുള്ളത് ഇന്നലെ ജീവിച്ച കപ്പയാണ്. വെടിവയ്പ്പിന്റെ തുലാം 10-നുണ്ടായ കപ്പ, വെച്ച കപ്പ. ആ കപ്പയുടെ ഏതാനും കഷ്ണങ്ങളെ ബാക്കിയുള്ളൂ.
ആ കപ്പ് കൊടുത്തു ഈ അമ്മ. ആ കപ്പ് തന്നെ വിശപ്പടക്കി. പോകുന്നതിന് മുമ്പ് അവരോട് ആ അമ്മമ്മ ചോദിച്ചു, നമ്മുടെ സമരം ജയിക്കുമോ മക്കളെയും? ആ ചോദ്യം ഒരു അമ്മയുടെ ചോദ്യമല്ല. ആ ചോദ്യം ഹതാശിയായ ഒരു സ്ത്രീയുടെ വ്യക്തികളുടെ ചോദ്യമല്ല. ആ ചോദ്യം ചരിത്രത്തിന്റെ ചോദ്യമാണ്. ചരിത്രം ചോദിക്കുകയായിരുന്നു, നമ്മുടെ സമരം ജയിക്കുമോ മക്കളെ എന്ന്. ആ ചോദ്യമാണ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉത്തരം കണ്ടെത്തിയത്. ആ ഉത്തരമായിരുന്നു 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് പുത്തൻ കേരളത്തിന്റെ വഴി വെട്ടിത്തുറന്ന കേരളം ഗവൺമെന്റായിരുന്നു. പിന്നാലെ വന്ന എല്ലാ ഗവൺമെന്റും നമുക്കറിയാം. ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ നയിച്ച ഗവൺമെന്റുകൾ അത് മാറി മാറി വന്നു. പാർട്ടി ഭിന്നിച്ചപ്പോൾ, നാം പല വഴിക്ക് വിരിഞ്ഞു പോയപ്പോൾ, നാം തമ്മിൽ രാഷ്ട്രീയം പറഞ്ഞകന്നപ്പോൾ എല്ലാം ഉണ്ടായ സംഭവങ്ങളെല്ലാം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പൊതുവിൽ പറയാം, ആ സംഭവങ്ങൾ ആ കാലഘട്ടവും എല്ലാം നിർഭയകരമായിരുന്നു. പക്ഷേ വയലാറിന്റെയും പുന്നപ്പുഴയുടെയും പാലമലയുടെ ഗവൺമെന്റുകൾ ഇവിടെ മാറി മാറി വന്നു. ആ ഗവൺമെന്റിൽ ആദ്യത്തെ EMS ഗവൺമെന്റ് ഉണ്ട്, മുഖ്യ ഗവൺമെന്റാണ്. 67 സഖാവ് EMS വീണ്ടും വന്നു. പിന്നെ ദീർഘവർഷങ്ങൾ സഖാവ് അച്യുതമേനോൻ ഭരിച്ചു. പിന്നെ PKD ഭരിച്ചു. പിന്നെ സഖാവ് നായനാർ ഭരിച്ചു. സഖാവ് VS ഭരിച്ചു. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ഇവിടെ അധികാരം കൈയാളുന്നു. ഇവരെല്ലാവരും വയലാർ പുന്നപ്പുഴയുടെ വീര പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇടതുപക്ഷം നയിച്ച ഗവൺമെന്റുകൾ, ആ ഗവൺമെന്റുകൾ വയലാറിന്റെയും പുന്നപ്പുഴയുടെയും സമര പാരമ്പര്യത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും മറക്കാതെ കൂടെ കൊണ്ടു നടന്നു. ആ സ്വപ്നങ്ങളാണ് ഒന്നൊന്നായി ഇവിടെ യാഥാർത്ഥ്യമായി മാറിയത്. ആ പട്ടികയാണ് സഖാവ് പിണറായി വിജയൻ ഇവിടെ പറഞ്ഞത്. അതെല്ലാം നമ്മെ ആവേശം കൊള്ളിക്കുകയാണ്. ഇതൊരു മോഡലാണ്. അതാണ് കേരള മോഡൽ. ഇത് സ്റ്റോറി ആണെങ്കിൽ ഇതാണ് കേരള സ്റ്റോറി. അല്ലാതെ വർഗീയ ഭ്രാന്തന്മാർ ആർക്കോ വേണ്ടി കിട്ടച്ച പച്ച കള്ളക്കഥ കൊണ്ടല്ലോ. രാജ്യമാകെ RSSും BJP പ്രചരിപ്പിച്ച കള്ളക്കഥ. ആ കഥയ്ക്ക് വേണ്ടിയുണ്ടായ സിനിമയാണ് കേരള സ്റ്റോറി. എന്തല്ലയോ കേരളം, അതാണ് കേരള സ്റ്റോറിയായി പ്രഖ്യാപിക്കാനായി അവർ തുടക്കം കണ്ടത്. ആ കള്ളക്കഥയെ ഈ നാട് തള്ളിക്കളയുകയാണ്. നാം പറയുന്നു, ഇതാണ് യഥാർത്ഥമായ കേരള സ്റ്റോറി. മുഖ്യമന്ത്രി ഇവിടെ എണ്ണി പറഞ്ഞ എല്ലാ രംഗത്തെയും വളർച്ച, ആ വളർച്ചയിൽ എല്ലാവർക്കും കൊടുത്ത പരിഗണന, ആ പരിഗണനയുടെ കേന്ദ്രസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് മനുഷ്യരെ പ്രതിഷ്ഠിച്ചു, പാവങ്ങളെ ചേർത്ത് നിർത്തി. അതുകൊണ്ടാണ് നവംബർ 1 തീയതി ഈ സംസ്ഥാനം ഇവിടെ പറഞ്ഞതുപോലെ അതിദരിദ്രത്തിന്റെ ആഘാതമില്ലാത്ത മുക്തമായ സംസ്ഥാനമായി മാറാൻ പോകുന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇതാണ് കേരളം. നാം പറയുന്നു, ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഈ സ്റ്റോറിക്ക് പുറകിൽ വയലാറുണ്ട്, പുന്നപ്പുറയുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതിന്റെ സത്യത്തെയും ശക്തിയെയും വെളിച്ചത്തെയും എല്ലാ രംഗത്തും ഇടതുപക്ഷം അതിന്റെ വഴികാട്ടയെ കൊണ്ടുപോകുമ്പോൾ വർഗീയ ഭ്രാന്തിന്റെ ഓരോ നീക്കത്തെയും നാം തടഞ്ഞു നിർത്തും. അവരെല്ലാ രംഗത്തും പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് പണ്ട് ഹിറ്റ്ലർ പറഞ്ഞ ആശയമാണ് ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ പിടികൂടുക. വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ വെച്ച് എല്ലാത്തരം വർഗീയ ഭ്രാന്തും കുത്തിവെക്കുക. അവരൊന്നും നമ്മളൊന്നും പഠിപ്പിക്കുക. ആരാണ് അവർ? നമ്മുടെ മതമല്ലാത്തതെല്ലാം അവരാണ്. ആരാണ് നമ്മൾ? നമ്മുടെ മതം മാത്രം. ആ മതവും ജാതിയും പറഞ്ഞുകൊണ്ട്
മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഈ പ്രാകൃതാശികത്തിന്റെ വിത്താണ് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് നമ്മളെ എല്ലാം ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ലാസ് മുറികളെ പിടികൂടുവാൻ വേണ്ടി അവർ ശ്രമിച്ചത്. ആ ശ്രമങ്ങളുടെ ആപത്ത് നമുക്കറിയാം. ചെറുപ്പത്തിലെ പിടികൂടുവാൻ വേണ്ടി RSSന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ നാട് സ്വീകരിക്കാൻ പോകുന്നില്ല, സ്വീകരിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉജ്ജ്വലമായ ചരിത്രം പറയാനുണ്ട്. സാർവത്രിക വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റ പാതയെപ്പറ്റി ഏറെ പറയാനുണ്ട്. ആ വഴിക്കാണ് നാം പോകുന്നത്. ആ വഴിക്ക് നമുക്ക് പോകാൻ പറ്റും. വിദ്യാഭ്യാസമടക്കം, ആരോഗ്യരംഗമടക്കം, കൃഷി, വ്യവസായം, ആരോഗ്യമെന്ന് വേണ്ട കേരള മോഡലിന്റെ എല്ലാ മേഖലകളിലും LDF അതിന്റെ വിജയത്തിന്റെ പ്രകാശവുമായി മുന്നോട്ട് പോകും. ഈ പ്രകാശ പ്രവാഹത്തെ തടയുവാൻ ആർക്കുമാകില്ല. അതുകൊണ്ട് ഈ ദിനത്തിൽ നമുക്കെല്ലാം ആ പ്രതിജ്ഞ പുതുക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സഖാക്കളെ മുന്നോട്ട്.